ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ യഹൂദന്റെ മൂന്നാമത്തെ യെരുശലേം ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനിരിക്കെ തകർന്നുപോയ 1-2 യെരുശലേം ദേവാലയത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതൊരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവായിട്ട് അവന്റെ വ്യക്തി ജീവിതത്തിലും അവന്റെ കുടുംബ ജീവിതത്തിലും കാണുന്നത് അവരുടെ യെരുശലേം ദേവാലയമാണ്. ദൗർഭാഗ്യവശാൽ 2 പ്രാവശ്യം യഹൂദന്റെ ദേവാലയം തകർക്കപ്പെട്ടു. ആദ്യത്തെ യെരുശലേം ദേവാലയം എന്ന് പറയുന്നത് അത് അറിയപ്പെടുന്നത് സോളമൻസ് ടെമ്പിൾ എന്നാണ്. കിങ് സോളമന്റെ കാലത്ത് പണി കഴിച്ചതുകൊണ്ടാണ് സോളമൻസ് ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത്. എങ്കിലും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവാലയം ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പൊതുവെ ഒന്നാമത്തെ യെരുശലേം ദേവാലയം അഥവാ ഫസ്റ്റ് ടെമ്പിൾ എന്ന പേരിലാണ് അവർ ഇതിനെ പറയുന്നത്. പക്ഷെ ജനറൽ ആയിട്ട് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നതാണ് സോളമൻസ് ടെമ്പിൾ എന്ന്. അങ്ങനെ കിങ് സോളമന്റെ കാലത്ത് പണി കഴിപ്പിച്ചതായ ഒന്നാമത്തെ യെരുശലേം ദേവാലയം BC 586 ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യഹൂദന്മാരുമായിട്ട് നടത്തിയ യുദ്ധത്തിൽ യഹൂദന്മാരെ കീഴടക്കുകയും ഇവരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും ആ കൂടെ തന്നെ യെരുശലേം ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബാബിലോണിൽ ഏകദേശം 70 വർഷത്തോളം യഹൂദന്മാർ അടിമകളായിട്ട് താമസിക്കുകയുണ്ടായി. ഈ 70 വർഷത്തെ യഹൂദന്മാരുടെ ബാബിലോണിലെ അടിമ ജീവിതത്തെയാണ് ബാബേൽ പ്രവാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം പാഴ്സി രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലേക്ക് ഈ ബാബിലോൺ ഉൾപ്പെടെയുള്ളതായ പ്രദേശങ്ങൾ കടന്നു വന്നപ്പോൾ യഹൂദന്മാരെ യെരുശലേമിലേക്ക് കടന്നു പോകുവാനായിട്ട് അനുവദിക്കുകയും അങ്ങനെ കടന്നു വന്ന യഹൂദന്മാർ റോമാക്കാരുടെ സഹായത്തോടുകൂടി BC 20 തങ്ങളുടെ തകർന്നുപോയ ദൈവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. അങ്ങനെ BC 20 ആരംഭിച്ച് ഏകദേശം AD 66 നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ, നിർമ്മാണം പൂർത്തിയായിട്ടില്ല, അങ്ങനെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ യഹൂദന്മാരും റോമാക്കാരും തമ്മിലുള്ളതായ യുദ്ധം ആരംഭിക്കുന്നു. BC 20 തുടങ്ങിയ ദൈവാലയത്തിന്റെ നിർമ്മാണം ഏകദേശം 86 വർഷം, അതായത് ദൈവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല, ഈ 86 വർഷവും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് റോമാക്കാരായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നത്. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. യുദ്ധം തുടങ്ങി 4 വർഷം കഴിഞ്ഞ് കൃത്യം AD 70 ദേവാലയം, യെരുശലേം ദേവാലയം, രണ്ടാമത്തെ യെരുശലേം ദേവാലയം റോമാക്കാർ പൂർണ്ണമായിട്ട് തകർക്കുകയാണ്. അന്ന് റോമാക്കാർക്ക് വേണ്ടി മുന്നിൽ നിന്ന് യുദ്ധം ചെയ്തത് ടൈറ്റസ് ആണ്. ടൈറ്റസിന്റെ നേതൃത്വത്തിലാണ് റോമാക്കാർ എന്ന യഹൂദന്മാരെ കീഴടക്കുന്നതും യെരുശലേം ദേവാലയം പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ 2 പ്രാവശ്യം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനായ യെരുശലേം ദേവാലയം തങ്ങളുടെ കരങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു. 2 പ്രാവശ്യവും അവർ യെരുശലേമിന്റെ പ്രദേശത്തു നിന്നും ചെതറിപ്പോയി. ഒരേ ഒരു വ്യത്യാസം, ഒന്നാമത് പോയത് ബാബിലോൺ, അതായത് ഒരേ ഒരു രാജ്യത്തേക്ക് മാത്രമായിരുന്നു 70 വർഷത്തേക്ക്. പക്ഷെ രണ്ടാമത്തേത് ടൈറ്റസിന്റെ നേതൃത്വത്തിൽ യെരുശലേം ആക്രമിച്ചപ്പോൾ യഹൂദന്മാർ ലോകമെമ്പാടും ചിതറിപ്പോയി. ഇങ്ങനെ AD 70 റോമാക്കാരുടെ നേതൃത്വത്തിൽ യഹൂദന്മാരെ ഈ മണ്ണിൽ നിന്ന് ആട്ടി ഓടിച്ചതിന് ശേഷം യെരുശലേമിലെന്നല്ല ലോകത്തിൽ ഒരിടത്തും യഹൂദന്മാർക്ക് ഒരു യാഗം അർപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. യഹൂദന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് യാഗം അർപ്പിക്കുവാനായിട്ട് അനുവദിക്കപ്പെട്ട മതപരമായിട്ടുള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് യെരുശലേമാണ്. യെരുശലേമിലെ ടെമ്പിൾ മൗണ്ടിന്റെ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ദൈവാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതു നിമിഷം വേണമെങ്കിലും ജെറുസലേമിൽ മൂന്നാമത്തെ യെരുശലേം ദൈവാലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കാം എന്നൊരു ഘട്ടത്തിലാണ് ഈ നിമിഷം കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. യഹൂദന്മാരുടെ ദൈവാലയത്തിന്റെ തകർച്ചയോടുള്ള ബന്ധത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2 പ്രാവശ്യവും ദൈവാലയം തകർക്കപ്പെട്ടത് ഒരേ ഒരു തീയതിയിലാണ്. ജൂവിഷ് കലണ്ടർ അനുസരിച്ച് ആബീബ് മാസം 9-ാം തീയതിയാണ് ഈ ദൈവാലയം തകർക്കപ്പെട്ടത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ മാസവും ഇതേ ദിവസം ഇവർ ആ ഓർമ്മ ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. തിഷബ ആവ് എന്ന പേരിലാണ് ദൈവാലയം തകർന്നതിന്റെ ഓർമ്മയായിട്ട് ഇവർ ഇപ്പോഴും ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ യെരുശലേം ദേവാലയത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി ജെറുസലേമിൽ കാര്യങ്ങൾ അതിവേഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ യെരുശലേം ദേവാലയത്തെ കുറിച്ചുള്ള പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.